കാഞ്ഞങ്ങാട് രാജധാനി ജ്വല്ലറി കവർച്ച 2 പേർ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശി നൌഷാദ്, കാഞ്ഞങ്ങാട് കൃഷ്ണമന്ദിരത്തിന് സമീപത്തെ രവി എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ രാജധാനി ജ്വല്ലറി കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ജ്വല്ലറി കവർച്ചയ്ക്ക് കളമൊരുക്കുന്നതിന് വേണ്ടി ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഇലക്ട്രിക്കൽ ഷോപ്പ് ഉടമ ഭാസ്കരനെ തന്ത്രപരമായി കടയിൽ നിന്ന് മാറ്റിയ പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശി ചേലക്കുന്നത്ത് അബ്ദുൾ നൌഷാദിനെയും ഭിത്തി തുറക്കുന്നതിനും കളവ് നടത്തുന്നതിനും അബ്ദുൾ ലത്തീഫിനെ സഹായിച്ച കൃഷ്ണമന്ദിർ റോഡിലെ കാഞ്ഞങ്ങാട് സ്വദേശി രവീന്ദ്രനുമാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ജോസി ചെറിയാനും സംഘവും അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് രാജധാനി ജ്വല്ലറി കവർച്ച നടത്തിയത് വളരെ എല്ലാവരും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രകനായിട്ടുള്ള അബ്ദുൾ ലത്തീഫിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് ഇതിൻ്റെ അകത്ത് ഈ കളവിന് അബ്ദുൾ ലത്തീഫിനെ സഹായിച്ചിട്ടുള്ള ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള 2 പേരെയും കൂടെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തതിൽ ഒന്ന് രവീന്ദ്രൻ, ശ്രീകൃഷ്ണ മന്ദിരം റോഡ്, ഹോസ്ദുർഗ്. രണ്ടാമത്തെ ആൾ അബ്ദുൾ നൌഷാദ്, ചോലക്കുന്നത്ത് വീട്, മുണ്ടക്കോട്ട് കുറിശി, ഒറ്റപ്പാലം. മുണ്ടക്കോട്ട് കുറിശി, ഒറ്റപ്പാലം. ഈ 2 പേരെയും കൂടെ നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ നൌഷാദിനെ ബാംഗ്ലൂർ വെച്ചിട്ട് സുനിലാണ് കണ്ടുപിടിക്കുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. വെള്ളരിക്കുണ്ട് CI സുനിൽകുമാർ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണ്. എന്നിട്ട് ഇന്ന് രാവിലെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് സംഭവം ഇവർ ആസൂത്രണം ചെയ്തത്, ശരിക്കും ഇവർ 3 പേരും കൂടെയാണ് ഈ സംഭവം ആസൂത്രണം ചെയ്തത്. അതിൽ നൌഷാദാണ്, അബ്ദുൾ ലത്തീഫാണ് ശരിക്കും ഇത് മുഴുവൻ ആസൂത്രണം ചെയ്തതും ഈ സംഭവത്തിൻ്റെ പിന്നിലത്തെ മാസ്റ്റർ ബ്രെയിൻ. ഏകദേശം 2 മാസം മുമ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചു. ഈ ഭാസ്കറിൻ്റെ കടയുമായിട്ട് വളരെ അടുത്ത, തൊട്ടുപിറകിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഷോപ്പ് ഭാസ്കറിൻ്റെ കടയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഈ രവീന്ദ്രൻ ഈ സംഗതികളെ പറ്റി, ഈ കടയിനെ പറ്റിയിട്ടും പരിസരങ്ങളെ പറ്റിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൾ ലത്തീഫിനെ സഹായിച്ചു. അങ്ങനെ ഇവർ ഓരോ വെള്ളിയാഴ്ചയും ഇവരുടെ നീക്കങ്ങളെപ്പറ്റി പഠിച്ചു. അങ്ങനെ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം 2 ദിവസം അടുപ്പിച്ച് കിട്ടുന്ന വ്യാഴാഴ്ച ഒരു വിഷുവും തൊട്ടടുത്ത ദിവസം ഒരു വെള്ളിയാഴ്ചയായിട്ടുള്ള ഒരു ദിവസം കണ്ടുപിടിച്ച് വിഷുവിൻ്റെ അടുത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ ഭാസ്കറിന് അവിടെ ഉള്ളപ്പം ഇത് ആസൂത്രണം ശരിക്കും നടത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഭാസ്കറിനെ അവിടുന്ന് തന്ത്രപൂർവ്വം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും മുഖപരിചയമില്ലാത്ത, ഇവിടെ ആർക്കും പരിചയമില്ലാത്ത ഒരാളെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലത്തീഫിൻ്റെ കൂടെ മുമ്പ് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന പാലക്കാട്ടുകാരൻ നൌഷാദിനെ സംഘടിപ്പിച്ചത്. നൌഷാദിനെ ഫോണിൽ വിളിച്ചപ്പോൾ പോലും നൌഷാദുമായിട്ടുള്ള ബന്ധം പുറത്താർക്കും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കോയിൻ ബൂത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം നൌഷാദിനെ ഇവിടെ വിളിച്ചു വരുത്തുകയും ഇവരുടെ ആസൂത്രണം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നൌഷാദിനെ പഠിപ്പിക്കുകയും അതനുസരിച്ചിട്ട് നേരത്തെ തന്നെ ഭാസ്കറിനോട് ഈ ഒരു ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയും നൌഷാദിനെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് ഒരു ഓർഡർ കൊടുക്കുകയും അതിനുശേഷം ഈ വിഷുവിൻ്റെ അന്ന് ഭാസ്കരൻ കട തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിഷുവിൻ്റെ അന്ന് ഭാസ്കറിൻ്റെ പീടികയുടെ പൂട്ട് പൊളിച്ച് അറുത്ത് മുറിച്ചിട്ട് അകത്ത് കിടന്ന് മാൻഹോൾ ഉണ്ടാക്കുക ചെയ്തത്. ആ മാൻഹോൾ ഉണ്ടാക്കിയത് അബ്ദുൾ ലത്തീഫും രവിയും കൂടെയാണ്. വിഷുവിൻ്റെ അന്ന് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഏകദേശം 10 മണി തുടങ്ങി 1 മണിയായപ്പോൾ ഒരു പണി അവസാനിപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പിക്കാസ് നമ്മൾ രവീന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഭാസ്കറിൻ്റെ കടയിൽ തന്നെ ഉണ്ടായിരുന്ന ഉളിയും ചുറ്റികയാണ്. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കാവൽ നിൽക്കുകയായിരുന്നു അന്ന്. ആദ്യത്തെ ദിവസം നൌഷാദിൻ്റെ ജോലി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കാവൽ നിൽക്കുകയായിരുന്നു. അതായത് വിഷുവിൻ്റെ അന്ന് കാവൽക്കാരനായിട്ടുണ്ടായിരുന്നത് നൌഷാദാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ നൌഷാദ് വളരെ വിദഗ്ധമായിട്ട് ഭാസ്കരൻ തിരിച്ച് കടയിലേക്ക് വരാൻ അവസരം കൊടുക്കാതെ ഭാസ്കരനെ അവിടുന്ന് മാറ്റി. തുടർന്ന് ഇവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിന് ശേഷം ഈ രവീന്ദ്രനും
അബ്ദുൾ ലത്തീഫും കൂടെ ആരുമില്ലാത്ത തിരക്കില്ലാത്ത സമയത്ത് ഭാസ്കറിൻ്റെ കടയ്ക്കകത്ത് കയറി അതിൻ്റെ അകത്ത് സേഫായിട്ടിരുന്നു. വേറെ ആരും ശ്രദ്ധിക്കുകയല്ലോ, അതുപോലെ വളരെ സേഫായിട്ടിരുന്നു. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കട ഇതിൻ്റെ പൂട്ട് പൊട്ടാത്തതുപോലെ വളരെ വിദഗ്ധമായിട്ടാണ് അതൊരു കട്ട് ചെയ്തത്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴും താക്കോലും ഒക്കെ കാണും, താഴ് കാണും, അത് പൂട്ടി വെച്ചിരിക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ. അതിനുശേഷം അവർ മാൻഹോളിൽ കൂടി ലത്തീഫ് അകത്ത് കിടന്ന് അതിനുവേണ്ട സപ്പോർട്ട് രവീന്ദ്രൻ ചെയ്തു. എന്നിട്ട് ആ കട പൂട്ടിയ സമയത്ത് അവിടുന്ന് കിട്ടിയത്രയും സ്വർണം, അവർക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് എടുക്കാൻ പറ്റുന്ന അത്രയും സ്വർണം അവരെടുത്ത് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇവർ പൂട്ടുന്ന സമയവും മറ്റും അറിയാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ പുറത്ത് കാവൽ നിന്നു. ആദ്യം ഇവർ രണ്ടുപേരും അകത്ത് കിടന്നെങ്കിലും പിന്നെ രവീന്ദ്രൻ പുറത്ത് ചാടി പുറത്തിറങ്ങിയിട്ട് ഇവർ ഷട്ടർ താത്തുന്ന സമയവും മറ്റും അറിയിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ പുറത്ത് കാവൽ നിന്നു. ഇതിനു വേണ്ടിയിട്ട് ഇവർക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടൊരു ആൾട്ടോ കാറാണ് ഉപയോഗിച്ചത്. ആ ആൾട്ടോ കാർ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ആൾട്ടോ കാർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം വളരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് വളരെ സാവധാനം ഇവർ രണ്ടുപേരും കൂടി ഈ സാധനം കിട്ടിയ സ്വർണം ആൾട്ടോ കാറിൻ്റെ പിന്നിലത്തെ സീറ്റിൽ വെച്ചു. ലത്തീഫ് കാർ ഓടിച്ചിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. രവീന്ദ്രൻ അവിടുന്ന് അവൻ്റെ ഓട്ടോറിക്ഷ എടുത്ത് രവീന്ദ്രൻ അവൻ്റെ വഴിക്കും പോയി. എന്നിട്ട് കുറേ ദിവസം ഇത് അവിടെ ഒളിപ്പിച്ചു വെച്ചു. അവിടെ അവൻ്റെ ഒരു വൈക്കോൽ കൂട്ടത്തിൻ്റെ അകത്ത്, ലത്തീഫിൻ്റെ വീട്ടിൽ വൈക്കോൽ കൂട്ടത്തിൽ ഒളിപ്പിച്ചു വെച്ചു. താഹിറുടെ വീട്ടിലാണ് ഒളിപ്പിച്ചു വെച്ചത്. അവിടെ ഒളിപ്പിച്ചു വെച്ചു. പിന്നെ കുറേശ്ശെ എടുത്ത് പണയം വെക്കാൻ തുടങ്ങി. ഇങ്ങനെ പണയം വെച്ച് ആദ്യമൊക്കെ വളരെ കൺട്രോൾഡായിട്ടാണ് പൈസ ചിലവാക്കിയത്. പിന്നെ പൈസ ഒരുപാട് വന്നു കഴിഞ്ഞപ്പം തിരക്ക് കൂടിയതുകൊണ്ടാണ് നമുക്ക് ഇതിനെപ്പറ്റി സൂചന കിട്ടുകയും പോലീസ് ഇവരുടെ പുറകെ പോയി അറസ്റ്റ് ചെയ്യാൻ ഇടയാവുകയും ചെയ്തു. കൂട്ടുപ്രതികളെപ്പറ്റിയോ കളവ് ചെയ്ത സ്വർണ്ണാഭരണങ്ങളെപ്പറ്റിയോ പോലീസിന് നേരത്തെ അറസ്റ്റിലായ പ്രതി അബ്ദുൾ ലത്തീഫ് യാതൊരു വിവരവും നൽകിയിട്ടില്ലെങ്കിലും പ്രതിയുടെയും ബന്ധുക്കളുടെയും വീടുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ ഫോൺ നമ്പറുകൾ പിന്തുടർന്നാണ് പാലക്കാട് സ്വദേശിയെ തിരിച്ചറിയുന്നതിന് സഹായിച്ചത്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ലത്തീഫിൻ്റെ ബുദ്ധിയും തന്ത്രങ്ങളുമായിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കളവിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ച അബ്ദുൾ ലത്തീഫ് രാജധാനി ജ്വല്ലറിയും പരിസരങ്ങളും ഭാസ്കരൻ്റെ കടയും അറസ്റ്റിലായ രവീന്ദ്രൻ്റെ സഹായത്തോടെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിരുന്നു. രവീന്ദ്രൻ ഭാസ്കരൻ്റെ കടയുമായി വളരെ അടുത്ത് ഇടപഴകിയിരുന്ന ആളായിരുന്നു. ഭാസ്കരനെ തന്ത്രപൂർവ്വം സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് അബ്ദുൾ ലത്തീഫ് തൻ്റെ കൂടെ മുമ്പ് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾ നൌഷാദിനെ ഏൽപ്പിക്കുകയും മാറ്റേണ്ട രീതികളെപ്പറ്റി രവീന്ദ്രനും ലത്തീഫും ചേർന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സംഭവത്തിന് തലേദിവസം വിഷുദിനമായിരുന്നതിനാൽ ഭാസ്കരൻ കട തുറന്നിരുന്നില്ല. അന്ന് രാവിലെയാണ് ലത്തീഫും രവീന്ദ്രനും കൂടി ഭിത്തി തുറന്ന് വെച്ചത്. അടുത്ത ദിവസം വെള്ളിയാഴ്ച മുൻ നിശ്ചയപ്രകാരം ഭാസ്കരൻ കടയിൽ വരാൻ അവസരം കൊടുക്കാതെ നൌഷാദ് ഭാസ്കരനെ കൂട്ടി ഇൻവെർട്ടർ ഫിറ്റ് ചെയ്തതിന് പോവുകയും ആ സമയത്ത് ലത്തീഫും സംഘവും ചേർന്ന് നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ദ്വാരത്തിൽ കൂടി അകത്ത് കിടന്ന് 15 കിലോയിലേറെ സ്വർണവും പണവും കവർച്ച ചെയ്യുകയാണ് ഉണ്ടായത്. അന്വേഷണ സംഘത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ജോസി ചെറിയാന് പുറമെ CI-മാരായ അഷറഫ്, സുനിൽകുമാർ, ബാലകൃഷ്ണൻ, SI-മാരായ രാജേന്ദ്രൻ, ശംഭു, അനിൽകുമാർ, ASI-മാരായ രാധാകൃഷ്ണൻ, ഫിലിപ്പ്, രാഘവൻ, സുരേന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, ഹെഡ് കോൺസ്റ്റബിൾമാരായ രമേശൻ, പ്രകാശൻ, മധു, കമലാക്ഷൻ, ഫിറോസ്, ബാബു, രമേശൻ, പ്രസന്നൻ, സുരേശൻ, പോലീസുകാരായ വിജയൻ, ഉണ്ണികൃഷ്ണൻ, രഘുനാഥ്, സജിമോൻ, ജോർജ്, മഹീന്ദ്രൻ, രാജേഷ്, ശശികുമാർ, ശ്രീനിവാസൻ, ഗംഗാധരൻ എന്നിവരും ഉണ്ടായിരുന്നു.